ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഗുരുവായൂർ വ്ളോഗ് ഉണ്ടാലോ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പാക്കിങ് കാണാം. അങ്ങനെ ഞാൻ പോകാനുള്ള ഡ്രസ്സ്, ഐലൈനർ, മോയ്സ്ചറൈസർ, പിന്നെ കുറച്ച് ക്ലിപ്പ്, ഹെയർ ബാൻഡ്സ് അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഒരു അത്തർ എടുത്ത് വെച്ചു. എന്നെ അറിയാവുന്നവർക്കറിയാം, എപ്പോഴും എൻ്റെ കയ്യിലൊരു അത്തർ കാണും. പിന്നെ ഒരു കൊൾസ് വെച്ചു. പിന്നെ വൈറ്റ് സിൽവറിനകത്ത് ഗോൾഡൻ എന്താ പറയുക പേളൊക്കെ വരുന്നൊരു മാല വെച്ചു. പിന്നെ പൊട്ട്, പിന്നെ ട്രൈപ്പോഡ് പുറത്തൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ ഇത്തിരി ഷൈ ആയിട്ടോ ട്രൈപ്പോഡായിട്ട്. പിന്നെ ഇത് എൻ്റെ നാട്ടിലല്ലാത്തത് കൊണ്ട് ഞാൻ എടുക്കും. നമ്മുടെ നാട്ടിലാകുമ്പോഴല്ലേ നമുക്കൊരിത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ സ്ഥലമൊക്കെ കിട്ടി, സീറ്റൊക്കെ കണ്ടുപിടിച്ച് ട്രെയിനിൽ പോയി. ഞങ്ങൾ 7:45 എറണാകുളം ടു ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് പോയത്. ഗൈസ്, ഇതാണ് എൻ്റെ കോളേജ്. പോകുന്ന എനിക്ക് ഇങ്ങനെ കോളേജ് കണ്ടപ്പം എന്തോ ഭയങ്കര ഒരു ഭംഗിയായിട്ട് തോന്നി. ബിക്കോസ് 2-3 ദിവസമായിട്ട് ഞാൻ കോളേജിൽ പോയില്ല. അതിൻ്റെ ആ ഒരു ഇതാണ് ആ വീഡിയോയിൽ കണ്ടത്. പിന്നെ ഒരു കോഫി കുടിച്ചു. പിന്നെ രാവിലെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഗുരുവായൂരെത്തി. അങ്ങനെ ഗുരുവായൂരെത്തി റൂമൊക്കെ നോക്കുന്നതായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം റൂം സ്റ്റേ ചെയ്തു. പിന്നെ രാവിലെ 3:25 ട്രെയിനിൽ തിരിച്ചു പോയി. ഇതാണ് ഞങ്ങളുടെ റൂം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. പിന്നെ ഒരു കുട്ടി കെറ്റടി വിരിഞ്ഞാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഒരു ലാവൻഡർ ക്രോപ്പ് ടോപ്പ് പ്ലസ് ഒരു വൈറ്റ് അംബ്രല്ല സ്കേർട്ട്. ഞാൻ സത്യം പറഞ്ഞ ഒരു ട്രഡീഷണൽ സാധനമാണ് മേടിക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ അവിടെ ചെന്നപ്പോൾ ഇത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു വെസ്റ്റേൺ മോഡലായി. ഇതിന് കുഴപ്പമില്ല, കൊള്ളാം. ആൻഡ് ഫൈനലി റെഡിയായി. പ്രത്യേകിച്ച് വലിയ ഒരുക്കമൊന്നും ഇല്ലായിരുന്നു. ഐലൈനർ, മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്ക്, അത്രയേ ഉള്ളൂ. പിന്നെ ഫൗണ്ടേഷൻ. പിന്നെ ലാസ്റ്റ് കോൾസിട്ടു. അങ്ങനെ എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഇന്ന് അമ്പലത്തിൽ 6 ഉത്സവമായിരുന്നു. ഭയങ്കര സന്തോഷം. ഞങ്ങൾ അറിഞ്ഞില്ല 6 ഉത്സവമാണെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല. അമ്പലത്തിൽ രാവിലെ അമ്പലത്തിൽ തെള്ളും ഭയങ്കര തിരക്കായിരുന്നു. അവിടെ സൈഡിൽ ക്യൂ നിൽക്കുമ്പോൾ ഇരിക്കുക. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഉറങ്ങി. ഞാൻ 3 മണിക്ക് കയറി. ഏതാണ്ട് ഒരു 9:30 ആയി ഇറങ്ങിയപ്പോൾ. അത്രയും നേരം ക്യൂവിൽ നിന്നത്. എനിക്ക് രാവിലെ ഒരു 6:30-7 മണിയോട് കൊടുത്തുള്ള ഗുരുവായൂർ അമ്പലത്തിലെ അന്തരീക്ഷം ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ കല്യാണം അങ്ങനത്തെയൊക്കെ കാണാം. പക്ഷേ ഇത് ഞങ്ങൾ ഒരു 3 മണിക്ക് ക്യൂ നിന്നുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റില്ല. മറ്റേത് ഫുള്ള് കല്യാണമല്ലേ. അമ്പലത്തിലെ കൊടിക്കൂറ് കിടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു തുളസിമാല മേടിച്ചു കൃഷ്ണന് കൊടുക്കാനായിട്ട്. ഞാൻ ഗുരുവായൂർ ലാസ്റ്റ് പോയത് ഒരു 2019 ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ കല്യാണത്തിനായിരുന്നു. പിന്നെ അങ്ങനെ പോയിട്ടില്ല. പിന്നെ പോയി രാവിലെ കല്യാണം, ഉച്ചയൊക്കെ ആകുമ്പോൾ അങ്ങനെ തിരിച്ച് വരും. പിന്നെ ഞങ്ങൾ ടൂർ പോയിട്ടുണ്ട്. അതും എന്തോ പെട്ടെന്ന് ഒരു ദിവസം അവിടെ സ്റ്റേ ആയിരിക്കും. അങ്ങനെ പോയി ഉച്ചയ്ക്ക് വൈകിട്ട് വരും. അങ്ങനെയല്ലേ. അത് ആദ്യമായിട്ട് ഇത്രയും ഇതായിട്ട് അമ്പലത്തിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിന്ന് കാണുന്നതൊക്കെ. പിന്നെ അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ക്ഷീണിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു മസാല ദോശ കഴിച്ചു. പിന്നെ പ്ലസ്
ചായ. അച്ഛനാണ് വീഡിയോ എടുത്ത് തരുന്നത്, ഞാൻ വീഡിയോ എടുത്ത് മതി മതി എന്ന് പറയാൻ. പിന്നെ അമ്മയ്ക്കൊരു സെറ്റ് സാരി നോക്കാനായിട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞങ്ങൾ കല്യാണത്തിന് വന്നാൽ അന്ന് ഇവിടുന്ന് ഒരു സെറ്റ് സാരി അടിച്ചിരുന്നു. നല്ലതായിരുന്നു, ടിഷ്യൂൻ്റെ ഒരു നേവി ബ്ലൂ. ഈ സാരി ഉണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞ് 3-4 സാരി ഉണ്ട് അമ്മയ്ക്ക് നേവി ബ്ലൂ. അങ്ങനെ ഇനി അമ്മയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞാൽ അമ്മേനെ വെട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, പക്ഷേ ആ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നാരായണീയം ഉണ്ടായിരുന്നു. സ്മരിച്ച് നമസ്കാരം നാരായണീയം തുടങ്ങലാം. അവിടെ ഉത്സവമായതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ പ്രോഗ്രാമായിരുന്നു. ഉത്സവമായതുകൊണ്ട് സദ്യയുടെ പ്രിപ്പറേഷൻസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സദ്യക്കുള്ള അരിയുന്ന എന്തോന്ന് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ. പിന്നെ അമ്പലത്തിലെ കുളമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് രാത്രിയിൽ ഇവിടെ ആ സൈഡിൽ ഫുള്ള് നല്ല ലൈറ്റും ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം. അതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചത്. നല്ല ഭംഗിയല്ലേ? ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് നമ്മൾ മയിൽപ്പീലിയും കൃഷ്ണൻ്റെയൊക്കെ എടുത്തില്ലെങ്കിൽ പിന്നെന്താ. അവിടെ വരുമ്പോൾ ഇങ്ങനത്തുള്ള ഒരുപാട് കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. മഞ്ചാടിയിലും മയിൽപ്പീലിയിലും ഒക്കെ ഇങ്ങനെ കൃഷ്ണ ഇരിക്കുന്നതൊക്കെ കാണും. സത്യം പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു ഡെക്കറേഷനും ഭംഗിയും ഒക്കെ അവിടെ ആ ഒരു അലങ്കരിച്ച് വെക്കുന്നതെന്ന് ഞാൻ ആ ഒരു ഇതൊന്നും എവിടെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഓരോ അമ്പലത്തിനും ഓരോ പ്രത്യേകത. നമ്മൾ പഴനിക്ക് പോകുമ്പോൾ അവിടുത്തെ അതിൻ്റേതായ പ്രത്യേകത, ഗുരുവായൂർ പോകുമ്പോൾ അതിൻ്റേതായ പ്രത്യേകത. ഈ നെക്ലസ് സംഭവം 450 രൂപ ഈ വലിയ സാധനത്തിനൊക്കെ. പിന്നെ ജസ്റ്റ് റേറ്റ് ചോദിച്ചു. പിന്നെ ഒരു വള മേടിക്കണമെന്ന് വെച്ചിട്ടിരുന്നായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വിട്ടുപോയി, മറന്നുപോയി മേടിക്കാൻ. പിന്നെ ഞാൻ ലാസ്റ്റ് അടുത്ത എന്താ പറയുക ടൂറിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. തിരുവാതിര അങ്ങനെ
പിന്നെ ഇത് ഉത്സവത്തിൻ്റെ നോട്ടീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റിയൊരു സന്തോഷം. ഞാനൊരു പ്രൊഫഷണൽ എഡിറ്ററൊന്നുമല്ല.